നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്രത്യേക ദിവസമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു വ്ലോഗായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ആരോമൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആരോമൽ, ഇന്നത്തെ പ്രത്യേകത എന്താണ്? ഇന്ന് നമ്മുടെ മ്യൂസിക് ഡേ ആണ്. മ്യൂസിക്കാണ് ഇവിടെ മൊത്തം വൈബാണ്. അപ്പൊ നമ്മളിപ്പോ ഷത്തലയിലല്ലേ പോകുന്നത്? അതെ തന്നെ, ഇപ്പൊ നമ്മൾ ഷത്തലയിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോ നിൽക്കുന്നത് പോട്ടട ചോസിലാണ്. പോട്ടട ചോസിൽ അല്ലേ? ഇവിടെ നമ്മൾ ഷത്തലയിലേക്ക് പോകും. ഏകദേശം ഒരു സമയം 9:30 കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ 10 മണി കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പോകുന്ന വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മള് ബിത്തോവൻ കോൺകോർഡ് എന്ന് പറയുന്ന, ഇത് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയത്തില്ല അല്ലേ ആരോമൽ? എന്താണ് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ? ബിത്തോവൻ കോൺകോർഡ്, അതെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ട്രാവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒബ്വിയസ്ലി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പോട്ടട ജോസി 4 മിനിറ്റ്, സെക്കൻഡ് ട്രാം 10 മിനിറ്റ്. നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ നമ്മൾ T1 ട്രാം 1 കാണിച്ച പോലെ ഇപ്പം നമ്മൾ ട്രാം 9 ആണ് കാണിക്കുന്നത്. ഇച്ചിരിയുടെ കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ നേരത്തെ നിന്നേക്കാളും അല്ലേ? എന്താണ് ഈ ഏരിയയെ പറ്റി പറയാനുള്ളത്? നല്ല പോർഷ് ഏരിയ, ഒറ്റ വാക്കി പറഞ്ഞ അതേ ഉള്ളൂ. കാരണം ട്രാം സ്റ്റേഷനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പ് ആണ് അല്ലേ? വീടുകളാണെങ്കിലും അപ്പാർട്ട്മെന്റ്സിനാണെങ്കിലും കുറച്ചൊരു സെറ്റപ്പ് ആണ് അല്ലേ? നല്ല കുറച്ച് ഡെവലപ്ഡ് ആണ്. ഓക്കെ, നമ്മളിപ്പോ പാരീസിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു ഓൾഡ് സ്ട്രക്ചർ ബിൽഡിംഗ്സ് ആണല്ലോ ഉള്ളത്. ഇവിടെ അങ്ങനെ ഇതൊക്കെ ഇപ്പൊ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഇവിടെ ഫിറ്റ്നസ് പാർക്ക് ഉണ്ട്, മറ്റേ ബേസിക് ഫിറ്റ് ഉണ്ട്. അങ്ങനെ ബേസിക് ഫിറ്റ് അല്ലെ? തൊട്ടടുത്ത് തന്നെ സംഭവങ്ങളെല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്, ഈസി ആക്സസ് ആണല്ലോ. ഓക്കെ, ട്രാം വരാൻ എത്ര മിനിറ്റ്? 3 മിനിറ്റ് അല്ലേ? അപ്പൊ ഈ ഒരു ട്രാമിന്റെ പ്രത്യേകത നല്ലൊരു പ്രത്യേകത ട്രാം അല്ലേ? പുതിയ ട്രാം, അതുപോലെ പ്രൈവറ്റ് ട്രാം അല്ലേ? ബൊബീനിലെ ട്രാം പോലെ അല്ല. ബൊബീനിലെ ട്രാമാണ് നമുക്ക് ഓരോ ബോഗിയുടെ നമ്മുടെ നാട്ടിലെ ട്രെയിനിങ് സിസ്റ്റം. ഓരോ ബോഗിയിൽ ഓരോരുത്തർക്കല്ല, ഒരു ബോഗിയിലുള്ളവർക്ക് അവിടെ നിൽക്കും. ഇതാകല്ല, ഇത് ത്രൂ ഔട്ട് നമുക്ക് നടന്ന് പോയിട്ട് അതുപോലെ നല്ല ആംബിയൻസ് ലൈറ്റ് ഉള്ള ഒരു സെറ്റപ്പ് ഒക്കെയാണ് അല്ലെ? പുതിയൊരു ട്രാം ആണ്. സമ്മർ AC ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് സമ്മർ അല്ലേ ആരോമൽ? എന്റെ ഫസ്റ്റ് സമ്മർ. ഞാൻ ഫെബ്രുവരിയിൽ വന്നത്. ഫെബ്രുവരി 13 ലാൻഡ് ചെയ്തു. എങ്ങനെയുണ്ട് സമ്മറിലേക്ക് കടന്നപ്പോഴുള്ള ഒരു സ്റ്റൈൽ? എങ്ങനെയുണ്ട്? സമ്മർ നോക്കുമ്പോ 22 ഡിഗ്രി ഒക്കെ കാണുന്നുള്ളായിരുന്നു. ഓക്കെ, നമ്മുടെ നാട്ടിൽ നമ്മളൊരു 35 to 40 ഡിഗ്രി കിടന്നിട്ട് നമ്മളിവിടെ നമുക്കൊന്നും അല്ലെന്നാണ് വിചാരിച്ചത്. നമ്മുടെ നാട്ടിലെ ചൂടല്ല ഇവിടെ. നല്ല ഹെക്ടിക് ആവുന്നുണ്ട്. ചില ടൈമിൽ ഇതുപോലെ ഒരു മൂടിക്കെട്ടിയ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ വരും അല്ലേ? ഇപ്പൊ സമ്മർ എന്ന് പറയുന്നത് കൂടുതൽ ദിവസം മഴയാണ്. ചില ടൈമിൽ തണുപ്പ് വരും അല്ലേ? ഇപ്പൊ ഒരുപാട് ട്രോളൊക്കെ വരുന്നുണ്ട്. കാരണം സമ്മർ എന്ന് പറഞ്ഞിട്ട് ഒരു മഴക്കാലത്ത് നിൽക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര ഹെക്ടിക് ആയിട്ട് മഴ പെയ്യുന്നത് ഇവിടെ. കാരണം ഇപ്പൊ വ്ലോഗിലും ബ്രോയുടെ ഇതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സിൽ കണ്ടായിരുന്നല്ലോ. അതെ അതെ, മഴ എപ്പോഴും ചതിയ എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു ഫീൽഡ് വിസിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ഞങ്ങൾക്ക് 4 സ്ഥലത്തേ പോകാൻ പറ്റുള്ളൂ. കാരണം ക്ലൈമറ്റ് ഇതാണെങ്കിൽ ഒരു മൂടിക്കിട്ട അന്തരീക്ഷമായിരുന്നല്ലേ? അതുകൊണ്ട് നേരത്തെ വീട്ടിൽ വരാൻ പറ്റി. ഇപ്പൊ സമയം ഏകദേശം എത്ര മണിയായി? കറക്റ്റ് പറഞ്ഞ 9:45. 9:45 കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്നിട്ടും ആ ഒരു വെട്ടം ഉണ്ടല്ലേ? സമ്മറിന്റെ പ്രത്യേകതയാണല്ലേ? നമുക്കിനി ഒരു 10:30-10:45 ഇതിന്റെ അവസ്ഥ. ഇതാണ് അവസ്ഥ അല്ലേ? ഇനി കൂടി വരും. മാസം കൂടുന്നോണ്ട് രാത്രി കുറഞ്ഞു വരും നമുക്കിപ്പോ. ഓക്കെ, ഇപ്പൊ തന്നെ ബ്രോയ്ക്ക് അറിയാം ഫിജോ. കാരണം ഫിജോ നമ്മുടെ ഊബറിലാണ് ഓടുന്നത്. ഫിജോ ഡെലിവറി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഞാൻ വെളുപ്പിന് 2:30 ജോലിക്ക് വേണ്ടിട്ട് എണീക്കുന്നത്. എന്റെ ഷിഫ്റ്റിന് 2:30 3:30 ഷിഫ്റ്റ് ഉണ്ട്. 2:30 എഴുന്നേറ്റെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എണീക്കാൻ വേണ്ടി ഫിജോ മിക്ക ദിവസം വന്ന് കിടക്കാൻ വരുന്നത്. അടിപൊളി. അതുപോലെ തന്നെ ജെറും വരുമ്പോഴാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ശരിയാ, ജെറും വന്ന് കിടക്കുമ്പോൾ ബ്രോ എണീച്ച് ജോലിക്കോ. എനിക്കിപ്പോ നമ്മള് ഇന്നലെ നമ്മളൊന്ന് ഒന്നിച്ചിരുന്നോളല്ല. ഇന്നലെ എന്നിരുന്നു. നാളെ എല്ലാവരും ഉണ്ടെന്ന് തോന്നല്ലേ? നാളെ വൈകിട്ട് എല്ലാവരും. സൺഡേ എനിക്ക് വർക്കുണ്ട്. അപ്പൊ സൺഡേ ഇവര് 3 പേരും കാണും, ഞാൻ കാണത്തില്ല. അപ്പൊ അതാണ് അവസ്ഥകൾ. ഓക്കെ, അപ്പൊ പാരീസിൽ വന്നാൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ജീവിക്കാന്നൊക്കെ അടിച്ചു പൊളിക്കാന്ന് വന്നാൽ അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. കാരണം പലർക്കും ഷിഫ്റ്റും കാര്യങ്ങളും അത് തന്നെ. റിയാലിറ്റി അത്രേ പറയുള്ളൂ. ഓക്കെ, ഫ്രണ്ട്സുമായിട്ട് നമുക്ക് എൻജോയ് ടൈം ഒക്കെ കിട്ടും. ഓക്കെ, ആഴ്ചയിൽ 6 ദിവസം നമ്മൾ ഇതാണ് വർക്ക് ചെയ്യുക. ഒരു ദിവസം നമുക്ക് ലീവ് കിട്ടും. അതെല്ലാവരും അഡ്ജസ്റ്റ് എല്ലാവർക്കും പലയിടത്തായിരിക്കും. അവരെല്ലാവരും ഒരു ദിവസം. ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ ബ്രോയ്ക്ക് അറിയാലോ, ഞാനും നബീൽ ഏതൊക്കെയാണ് ഞങ്ങളിപ്പോ എല്ലാവരോടും ഒരു ദിവസം ലീവ് വരാനായിട്ട് നോക്കുക. ഫ്രണ്ട്സ് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? കാരണം നമ്മുടെ കൂടെ ഉള്ളവരില്ലേ, നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വിട്ടുകളാൻ പറ്റത്തില്ല. അതേ സമയത്ത് തന്നെ ഗൈസ് നോക്കൂ, ട്രാം വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇതാണ് നമ്മുടെ ട്രാമിന്റെ ഒരു ഔട്ട്ലുക്ക് അല്ലേ? അതിന്റെ ഒരു പ്രത്യേകത നല്ല ഒരു എന്തുവാ പറയുന്നത് അല്ലേ? സെറ്റ് ആയിട്ടുണ്ട്. അകത്ത് നമുക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ എല്ലാം പ്രൊട്ടക്റ്റീവ് ആണ്. പ്രൈവസി ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് ആദ്യം തന്നെ നവിഗോ ടാപ്പ് ചെയ്യാം അല്ലേ?
എന്റെ ടാപ്പ് ചെയ്യുമ്പോ ബ്രോ നവീകരണം കാണിച്ചത്, എന്റെ ടാപ്പ് ചെയ്യുമ്പോ ഇമാജിൻ എത്തുതി എന്ന് കാണിക്കും. സ്റ്റുഡന്റ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ബ്രോയ്ക്ക് ഇപ്പം അല്ലാത്തതിൽ ബ്രോ റീചാർജ് ചെയ്തു മന്ത്ലി 86 രൂപയാണ്. കുഴപ്പമില്ല, നമുക്ക് കിട്ടും. നല്ലത് കിട്ടത്തില്ലല്ലോ. അതെ. ഓക്കെ. അപ്പൊ 26 വയസ്സ് താഴെയുള്ളവർക്ക് കൺസെഷൻ ഉണ്ട് നാവികോട് എത്തുതിയൊന്നിന്റെ അല്ലേ? അതൊക്കെ നമുക്ക് ഡീറ്റെയിലായിട്ട് ബ്രോ വേറെ വീട്ടിൽ പറഞ്ഞു തരാം എല്ലാവർക്കും. അത് തന്നെ. ഞാൻ പെട്ടെന്ന് ഓർത്തോ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്ക് ഒരു ബ്ലിപ്പ് അടിച്ചായിരിക്കും. ഇതാണ് ഇതിന്റെ ഇന്റീരിയർ. നമ്മൾ അടുത്ത മെട്രോ കയറാൻ പോകണല്ലേ? മെട്രോ 7 ആൻഡ് വി ആർ ഗോയിങ് ഡൗൺ സൈഡ് ഓഫ് ദ മെട്രോ പ്ലാറ്റ്ഫോം. ഓക്കെ, അതാണ് ഗൈസ് ഇവിടുത്തെ കണക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ വീഡിയോയ്ക്ക് പറഞ്ഞ പോലെ തന്നെ വേറെ ലെവൽ കണക്ടിവിറ്റി ആണ് അല്ലേ? ഓക്കെ, നമുക്ക് നേരെ തൊട്ട് ഒരു 20 മിനിറ്റ് നടന്നാൽ നേരെ മെട്രോയിലെത്തി. ഇതിപ്പോ ഈ സൈഡിൽ നമുക്ക് ഒരുപാട് സ്റ്റോപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ഒരുവിധപ്പെട്ട മെട്രോ ഇതിൽ കണക്ട് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്ക് ഇനിയിപ്പം ലക്നൗ ഡയറക്ഷനിലാണ് നമ്മൾ പോകേണ്ടത്. അറ്റ് ദ സെയിം ടൈം തന്നെ ഇവിടെ എൻട്രി നമ്മൾ ചെയ്യണം. ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഓപ്പൺ ആവും, നമ്മളിപ്പോ എൻട്രി ആവും അല്ലേ? ഇപ്പൊ 2 ഡയറക്ഷനിലോട്ടുള്ളതുണ്ട്. നമ്മൾ ലക്നൗ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഡീറ്റെയിലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെ മെട്രോ നമുക്ക് ഇപ്പൊ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്കാർ ശരി കണ്ടുപിടിക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഇവിടെ എല്ലാ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പാരീസിനകത്ത് നമുക്ക് സിറ്റി മാപ്പർ എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്യാം. അല്ലെ ഗൂഗിൾ മാപ്പ് ആണെങ്കിലും യൂസ് ചെയ്യാം അല്ലേ? പക്ഷെ ട്രാമിന്റെ ടൈം കറക്റ്റ് ട്രാമ മെട്രോ ആകുമ്പോൾ കറക്റ്റ് നല്ലത് സിറ്റി മാപ്പർ തന്നെ ബ്രോ ആണല്ലേ? സിറ്റി മാപ്പറിന്റെ പിന്നെ മറ്റേ ഇവരുടെ ആപ്പാണ്. പക്ഷെ എന്റെ പേരും പറഞ്ഞു RITPയുടെ ആപ്പുണ്ട്. ഓക്കെ, അതാണെങ്കിലും കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ പിന്നെ സിറ്റി മാപ്പർ യൂസ് ചെയ്യുന്നു. ഓക്കെ. ഐവറി ഇപ്പൊ നമ്മൾ വന്ന ഡയറക്ഷൻ അല്ലേ? അതായത് നമ്മുടെ ഗാർഡിനോട് നിന്ന് ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ, നമ്മുടെ സൗത്ത് ഡയറക്ഷൻ വരുമ്പോൾ ഡയറക്ഷൻ. ബ്രോ വർക്കൗണ്ട് നമ്മളെല്ലാവരും വർക്കൗണ്ട് ഫോളോ ചെയ്യേണ്ടി വരുന്നതൊക്കെ ഇതിനകത്തല്ലേ? ഇതാണ്. ഇതാണ് പാരീസിലെ നമ്മുടെ ഇതൊരു ഓൾഡ് മെട്രോ അല്ലേ? പഴയ ടൈപ്പ് മെട്രോ. പഴയ മെട്രോ എന്നാലും കുഴപ്പമില്ല അല്ലേ? ഇതൊക്കെ ഒരു മാറ്റണം. എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മാറ്റണം അല്ലേ? പുതിയ മെട്രോകളൊക്കെ വരും അല്ലേ? കാരണം ഓൾറെഡി ട്രാക്ക് എല്ലാം റെനോവേറ്റ് ചെയ്തു. ഓക്കെ, ബി ലൈനും എ ലൈനും സി ലൈനും എല്ലാം റെനോവേറ്റ് ചെയ്തു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ആവശ്യമായിട്ട് പോകേണ്ടി വന്നുകൊണ്ട് എല്ലാം കണ്ടു. കാരണം എല്ലാം പുതിയ ഈ മെറ്റീരിയൽസ് എല്ലാം പുതിയതാണ് കിടക്കുന്നത് ട്രാക്കിൽ. ഓക്കെ, നമ്മുടെ വിൻഡോയിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ എല്ലാം. അതെ തന്നെ. അതേ സമയത്ത് തന്നെ നമ്മുടെ മെട്രോ വന്നല്ലേ? സീറ്റ് ഉള്ളതിനകത്ത് കയറാം എന്നാണ് ആരവൽ പറയുന്നത്. ഇതിനകത്ത് കയറിയല്ലോ. സീറ്റ് ബുക്കടാ. അയ്യോടാ, സീറ്റ് പോയി. ആരോമൽ നമ്മുടെ ട്രെയിൻ അല്ല മെട്രോ നിന്നല്ലോ. ഡിലേ ആണെന്ന് തോന്നുന്നു. അവര് അനൗൺസ് ചെയ്തു. ഒന്ന് ക്ഷമിക്ക്, സഹകരിക്കാന്ന് പറഞ്ഞിട്ട്. ഒന്ന് സഹകരിക്കാനല്ലേ? അല്ല, ട്രെയിൻ പിടിച്ചിട്ടേക്കാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഓക്കെ. മെട്രോ എടുത്തേക്ക് ആരോ വരാൻ വേണ്ടി കാത്തിരുന്നു തോന്നുന്നു. ഡ്രൈവറിന്റെ അല്ലേ? ഡ്രൈവർ മുള്ളാൻ പോയിക്കാണ്. ഓ സെറ്റ് കമോൺ മോനെ, കയറിയോ? അടിച്ചു കയറിയോ അല്ലേ? അടിച്ചു കയറി. അപ്പൊ നമ്മളിനി മെട്രോ 7 ഷട്ടിലെ അല്ലേ? ഷട്ടിലെ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാണാം അല്ലേ? കാരണം അത് മാത്രം നമുക്ക് ഇവരുടെ പ്രൈവസിയിലേക്ക് കടക്കാതെ ഒരുപാട് വീഡിയോസ് നമുക്ക് എടുക്കാനും പറ്റത്തില്ല. ഇതാണുള്ള സ്ഥലങ്ങൾ. ട്രാവലൊന്നും ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും അവരുടെ പ്രൈവസി ഇവിടെ പ്രൈവസി പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് നേരെ ഷട്ടിൽ എത്തുമ്പോഴത്തേക്ക് കാണാം. ഒരു ബ്ലിപ്പ് അടിച്ചു തരും. ഓക്കെ, ബൈ. ഇതാണ് ഇവിടുത്തെ ഒരു വൈബ് അല്ലേ? ഇതിന്റെ ഒരു പോർഷൻ, ജസ്റ്റ് ഒരു പോർഷൻ മാത്രം. എങ്ങനെയുണ്ട് മ്യൂസിക്? എങ്ങനെയുണ്ട്? അടിപൊളി, വേറെ ലെവലല്ലേ? ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണല്ലേ? എന്റെ ഫിജോന്റെ ഇപ്പൊ ഞാൻ ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ,
എങ്ങനെയുണ്ട് ആഘോഷങ്ങൾ, ആഘോഷരാവുകൾ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് റിയലി അമേസിംഗ്, മൈൻഡ് ബ്ലോയിങ്. റിയലി അമേസിംഗ് അല്ലേ? ഞാൻ പ്രതീക്ഷയിലുള്ളത് പറയാം. ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഇന്റർനാഷണൽ ലൈഫ് എൻജോയ് ചെയ്യുന്നത്. ആണല്ലേ? കാരണം ബ്രോയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് അതിന്റെ ഒരു വിഷമത്തിൽ സത്യം പറഞ്ഞ ക്ലാസ് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് ക്ലാസ് അല്ലേ? മൈൻഡ് ആയിരുന്നു. അല്ല, ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ് ഇന്നത്തോടെ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞല്ലോ. ഓക്കെ. ഇനി ഇന്റേൺഷിപ്പും ബാക്കി കാണാനല്ലേ നമുക്കുള്ളത്. അപ്പൊ സത്യം പറഞ്ഞ ഇന്ന് എല്ലാരും പിരിഞ്ഞു. കാരണം ഇത്ര ദിവസം ഒരു വൈബായിരുന്നു, ഒരു ഫാമിലി പോലെ ആയിരുന്നു. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞോണ്ടുള്ള ഒരു വിഷമത്തിൽ വന്ന് കയറിയതാണ്. അപ്പോഴും നിങ്ങളുടെ എന്നെ തൂക്കി തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മൈൻഡ് ടോട്ടലി ചേഞ്ച് ആയി. അടിപൊളി. ഓക്കെ, നോക്കൂ. അതേ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ടാണ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ട്രാഫിക് ആണെങ്കിലും ആൾക്കാരാണെങ്കിലും അല്ലേ. മ്യൂസിക് ഡേ എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല എൻജോയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ള ആൾക്കാർ. ഇവിടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ്. ഒരു ആർക്കിടെക്ചർ സ്ട്രക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും യൂറോപ്പിന്റെ ഒരു തനിമയും പഴമയും അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കൾച്ചർ തന്നെ വെളിവാക്കുന്ന ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ഓൾറെഡി തന്നെ പല വീഡിയോസിനകത്തൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണാറുള്ളതാണ്. ഏകദേശം പരിപാടിയൊക്കെ ക്ലോസ് ചെയ്യുന്ന ഒരു 11:30 അല്ലേ? 11:30-12 മണിയാകുമ്പോൾ ക്ലോസ് ആവും, ഏകദേശം ക്ലോസ് ആവും അല്ലേ? ഓവർനൈറ്റ് പാർട്ടി ഒന്നും മ്യൂസിക് ഡേക്ക് നമുക്ക് സാധാരണ കാണാറില്ല. അതേ സമയത്ത് തന്നെ ഒരു സ്പീഡ് ബോട്ട് ഇതുപോലെ ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്നു. മ്യൂസിക് ഡേ ബ്രോ ഞാൻ പറയോ, അടിപൊളി. വേറെ യൂറോപ്യൻ കൾച്ചർ എൻജോയ് ആണല്ലേ? ഇതൊക്കെയാണ് യൂറോപ്യൻ കൾച്ചർ. അല്ല, നമ്മുടെ നാട്ടിൽ കാണുന്നില്ല. സൂപ്പർ, വേറെ ലെവൽ തന്നെയാണല്ലേ? വേറെ ലെവൽ, അടിപൊളി. എല്ലാവർക്കും കൂടെ എൻജോയ് ചെയ്യാം. എല്ലാ സ്പോട്ടിലും ഓരോ മ്യൂസിക് ഫെസ്റ്റിവലും അല്ലേ? ഇവിടെ ഉണ്ട്. അവിടുത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ആദ്യം അപ്പുറത്താണ് പോയത്. അപ്പൊ എല്ലായിടത്തും ഒരു നിശ്ചിത 100-150 മീറ്റർ ഇടപെട്ട് എല്ലാം വെച്ചിട്ടുള്ള. പിന്നെ ഇതെല്ലാം പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നത് അവരെല്ലാം. അവരൊരു സന്തോഷം. മ്യൂസിക് ഡേ എന്ന് പറയുമ്പോൾ മ്യൂസിക് ഇട്ട് ആഘോഷിക്കുക അല്ലേ? ആഘോഷിക്കുക, തിമിർക്കുക. ടൈമിംഗ് പക്കാണ്. ഇപ്പൊ തന്നെ 11:00 അപ്പോഴേക്കെല്ലാം ഒരു ഏകദേശം 12 ആകുമ്പോഴത്തേക്ക് ഫിനിഷ് ആവും. ഫിനിഷ് ആവും. കാരണം ആ ഡേറ്റ് കഴിയുമല്ലേ? അത് തന്നെ പക്കയാണ്. ഓക്കെ. അപ്പം ഏകദേശം മ്യൂസിക് ഡേ അടിച്ചു പൊളിച്ചു. അത് തന്നെ. അവര് പലയിടത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ മ്യൂസിക് ഫെസ്റ്റ് കഴിഞ്ഞ് അപ്പൊ നാളെ രാവിലെ വർക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോവാം. 12 മണി ആയില്ല. ഇനി 10 മണിച്ചിട്ട് ബാക്കി. ഏകദേശം ഒരു പള്ളിപ്പെരുന്നാളിന്റെ ഫീൽ ആയിരുന്നു അല്ലേ ബ്രോ? പള്ളിപ്പെരുന്നാൾ തൃശ്ശൂർ പൂരം എല്ലാ ഫീലും ഉണ്ടായിരുന്നു. പക്ക വൈബ്. ഓക്കെ, നല്ല റഷ്, നല്ല തിരക്ക്. ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പഴും എല്ലാവരും ഉണ്ട്. നാളെ വർക്കുള്ള അങ്ങനെയുള്ള ടീച്ചറിൽ നിന്ന് പോകുന്നുള്ളൂ. ഇപ്പം അന്നത്തെ ഇവിടെ തന്നെ കാണാം. അവര് വെളുപ്പിന് 2 മണി ഇവിടെ ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു 4-5 മാസം. ബട്ട് അതിനിടയ്ക്ക് ഇതുപോലെ സെലിബ്രേഷൻ ആദ്യമായിട്ടാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരാൾ പോലും വീട്ടിലില്ല. എല്ലാവരും പുറത്തുണ്ട്, എല്ലാവരും സ്ട്രീറ്റിലാണ്. ഓക്കെ, എൻജോയ്. ട്രെയിൻ വന്നു, മെട്രോ വന്നു. ഇനി നമുക്ക് മെട്രോയിലോട്ട് കയറാം. അപ്പൊ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നതും വരെ ദിസ് ഈസ് മീ സാജൻ ആൻഡ് ഓക്കെ. അപ്പം അടുത്ത വീഡിയോ കാണുന്നതും വരെ ഓക്കെ, ബൈ.